ഹലോ എവ്രിബഡി. ഇന്ന് നമ്മൾ TLC പോഡ്കാസ്റ്റിൽ സംസാരിക്കാൻ പോകുന്നത് ഹെൽത്തി ഏജിങ്, ആക്റ്റീവ് ഏജിങ്, പിന്നെ എൻഗേജ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, കമ്പാനിയൻഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ്. അതുപോലെ തന്നെ കഴിഞ്ഞിടയിൽ ഒരുപാട് ശ്രദ്ധ നേടിയ സർക്കാരിൻ്റെ വയോജന വകുപ്പിനെക്കുറിച്ച് സംസാരിക്കാനും ഇൻഡസ്ട്രി എക്സ്പേർട്സ് തന്നെ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. ലെറ്റ്സ് ബിഗിൻ. ഡോക്ടർ, ഹെൽത്തി ഏജിങ് എന്താ? വാട്ട് ഈസ് ഹെൽത്തി ഏജിങ്? നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്യല്ലേ, ആരോഗ്യം സർവ്വധനാൽ പ്രധാനം. നമുക്കെല്ലാം ധനം വേണം. അപ്പം ധനമാണ് ഈ പറഞ്ഞ ഹെൽത്ത്. അപ്പോൾ ഹെൽത്തി ആയിട്ട് ജീവിക്കണം മുന്നോട്ടും എന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറൊരു വിഷയമാണ്. അപ്പോൾ ഹെൽത്തി ഏജിങ് ഒരു കൺസെപ്റ്റ് അത് എപ്പോൾ തുടങ്ങുന്നു എന്ന് നമ്മൾ തീരുമാനിക്കണം. ഏത് സമയത്താണ് ഹെൽത്തി ഏജിങ്ങിനെ കുറിച്ച് ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഏജ് ചെയ്യുകയാണോ? നമുക്ക് എല്ലാവർക്കും ഹെൽത്ത് വേണം. അപ്പോൾ ഹെൽത്തി ഏജിങ്ങിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെ മുന്നോട്ട് ജീവിക്കണം. ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, ഒരു ഡെഫിനേഷനുണ്ട്. നമുക്ക് അത് ഡിസ്കഷൻ്റെ അതുമെല്ലാം. അപ്പോൾ ഈ ഹെൽത്തി ഏജിങ്ങും ആക്റ്റീവ് ഏജിങ്ങും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ട്. പണ്ട് ഒരു നമ്മൾ പണ്ടെല്ലാം ഒരു കുടുംബങ്ങളിലാണ് താമസിച്ചത്. ഇപ്പോൾ ഒരു വീട്ടിൽ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഇപ്പോൾ കുടുംബത്തിൽ കുറേ റോൾസ് ഉണ്ട്. അപ്പോൾ ഒരു സമയമാകുമ്പോൾ റോളൊക്കെ അങ്ങ് കഴിയും. അപ്പം വാനപ്രസ്ഥം എന്നൊക്കെ പറയാം പണ്ട്. അപ്പം ആക്ടിവിറ്റി ഇല്ല, തീരെ ആക്ടിവിറ്റി ഒന്നും ആവശ്യമില്ല. ഇനി നമ്മൾ വാനപ്രസ്ഥത്തിലോട്ട് പോവുകയാണെന്നുള്ളൊരു കൺസെപ്റ്റ്. അതിന് മുമ്പേ കുറേ ആക്ടിവിറ്റി അവിടെയുണ്ട്. വീട്ടിലെ പല റോൾ. അപ്പം വീട്ടിലെ ജോലികൾ ചെയ്യുക, ചിലർക്ക് ആ റോളായിരിക്കും. പുറത്ത് പോയിട്ട് ജോലി ചെയ്ത് പൈസ കൊണ്ടുവരിക എന്നുള്ള റോളായിരിക്കും. കാട്ടിൽ പോയിട്ട് എന്തെങ്കിലും വേട്ടയാടി കൊണ്ടുവരുന്നൊരു റോളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ലാതായ ഒരു കാലത്ത് നമ്മൾ ആക്റ്റീവ് ഏജിങ്ങിനെ കുറിച്ച് പറയേണ്ടി വരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഗോൾ വേണം മുന്നോട്ടേക്ക്. ഒരു ഗോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ജീവിതത്തിനൊരു മീനിങ് ഇല്ലാതെയാവും. ഒരു പ്രായം കഴിയുമ്പോൾ ഒരു ഗോളില്ലാത്ത സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറി വരേണ്ട ഒരു സാഹചര്യം ഇരിക്കുന്നു. എക്സാക്ട്ലി. സോ അത് ലീഡ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം സാറാ മാം ശരിക്കും ഫെമിലിയർ ആയിരിക്കും. എൻഗേജ്മെൻറ്റ്, അതായത് ഒരു സോഷ്യൽ ആസ്പെക്റ്റിൽ ഒരു 10-60 വയസ്സിന് ശേഷം എല്ലാവരും റിട്ടയർമെൻ്റ് എന്നൊക്കെയാണ് പറയുന്നത്. റിലാക്സ് ലൈഫ് ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു ലാക്ക് ഓഫ് എൻഗേജ്മെൻറ്റ് കാരണം ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? ഡെഫിനറ്റ്ലി ലാക്ക് ഓഫ് എൻഗേജ്മെൻറ്റ് ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. ഞാനൊരു ചെറിയൊരു കാര്യം ഡോക്ടർ പായി പറഞ്ഞത് വെച്ചിട്ട് ഞാനൊന്ന് പറയുക. ലൈക്ക് ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് പറയുന്നുണ്ട്. ആക്റ്റീവ് ഏജിങ്ങിനെ കുറിച്ച് സാറ് പറഞ്ഞായിരുന്നു പണ്ടെന്നൊക്കെ പറഞ്ഞാലൊരു 60 years ഒക്കെ ആകുമ്പോഴത്തേക്ക് റിട്ടയർമെൻറ്റ് വരുന്നു. ആ ഒരു റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് പിന്നെ വാട്ട് നെക്സ്റ്റ്? ആ ഒരു വാട്ട് നെക്സ്റ്റിന് നമ്മളിപ്പം ഹെൽത്തി ഏജിങ്ങിൻ്റെ കൂടെ ഹെൽത്ത് എന്നുള്ളൊരു സാധനം വരുന്നുണ്ട്. അപ്പം സാധാരണ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന എന്താ? ഒരു ഫിസിക്കൽ ഹെൽത്ത്, ആരോഗ്യം എങ്ങനെയുണ്ട്. എല്ലാവരോടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മിക്കവാറും പ്രായമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരു പ്രായമുള്ള ഒരാൾ വരുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് ആരോഗ്യം എങ്ങനെയുണ്ട്, ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നും ഇല്ലല്ലോ. പക്ഷേ ഈ ആരോഗ്യം എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്കൽ ഹെൽത്ത് ഉണ്ട്, ഇമോഷണലായിട്ടുള്ള ഹെൽത്ത് ഉണ്ട്, സോഷ്യലുണ്ട്, സ്പിരിച്വലുണ്ട്. ഇപ്പം കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. കാരണം ഇതെല്ലാം നമുക്ക് എന്താ പറയേണ്ടിയ ഒന്നിച്ച് വരുവാണെങ്കിലാണ് ഈ ഒരു ഹെൽത്തി ഏജിങ് നടക്കത്തുള്ളൂ. ആക്ടിവിറ്റീസ് മാത്രമല്ല, ഹെൽത്തി ഏജിങ്ങിൽ ഈ കാര്യങ്ങൾ മുഴുവനും നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റിയാൽ മാത്രമേ വി ആർ ഏബിൾ ടു ടേക്ക് ഇറ്റ് ഫോർവേഡ് ഹെൽത്ത് വൈസ്. അപ്പോൾ ഈ സോഷ്യൽ ആസ്പെക്റ്റ് എന്ന് പറയുമ്പം കൊച്ചു കാര്യങ്ങൾ. ഇപ്പോൾ ഐ സ്റ്റേ വിത്ത് മൈ ഇൻലോസ്, ബോത്ത് ഓഫ് ദം ആർ അബവ് 80. അപ്പോൾ ഞാനൊരു പേഴ്സണൽ ഒരു ഇത് പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ഇവരുടെ രണ്ടുപേരുടെയും പ്രത്യേക റോൾ എന്താണ്, അപ്പോൾ അവർ സ്വയമായിട്ട് അവർ ഡിഫൈൻ ചെയ്യണം. അവരുടെ ആ ഒരു ഫിസിക്കൽ കോൺട്രിബ്യൂഷനൊക്കെ വെച്ചിട്ടാണെങ്കിൽ പോലും വാട്ട് ക്യാൻ ദേ ഡു? ഓരോ പ്രാവശ്യവും വീക്കെൻഡ് വരുമ്പം എവിടെയെങ്കിലും ഒരു സോഷ്യൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കാണുക, മിണ്ടുക, അല്ലെങ്കിൽ അവർ കോമൺ ആയിട്ടൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ പോയി അത് അറ്റൻഡ് ചെയ്യുക, മെമ്മറീസ് പുതുക്കുക. അപ്പം പിന്നെ ഒരു ആഴ്ച ഫുൾ അവർ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു, അല്ലെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ വേറെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ചെയ്യാനുണ്ടെന്നുള്ളൊരു തോന്നൽ വരും. അത് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് സാർ, ഇപ്പം ഫിസിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഈ സോഷ്യൽ ആസ്പെക്റ്റ് കുറച്ചുകൂടെ ഒരു
എന്താ പറയുക, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുവാണെങ്കിൽ തന്നെ എനിക്ക് തോന്നും ലോട്ട് ഓഫ് പീപ്പിൾ വിൽ ഫൈൻഡ് എ പേർപ്പസ്. അല്ലേ? ഡോണ്ട് യു തിങ്ക്? ഈ തോന്നുന്നില്ലേ? ആ ഒരു പേർപ്പസ് എന്ന് പറയുമ്പം ആ എന്തെങ്കിലും ഒന്ന് ചെയ്യാനുണ്ടെന്ന് പറയുമ്പം ആ ചെയ്യാനുള്ളത് മാത്രമല്ല, ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദാറ്റ് എന്നുള്ളൊരു ചിന്ത വരുമ്പോഴത്തേക്ക് തന്നെ അല്ലേ, യു ഫൈൻഡ് ദാറ്റ് ദർ ഇസ് എ ഡിഫറൻസ് അല്ലേ? എന്ന് തോന്നുന്നില്ലേ അങ്ങനെ ഒരു? എക്സാക്ട്ലി. നേരത്തെ മാം പറയായിരുന്നു കൊച്ചുമക്കളുടെ കല്യാണത്തിന് പ്ലാൻ ചെയ്യുക, അതിന് എക്സൈറ്റഡ് ആവുക. അതെ അതെ, കല്യാണമൊന്നും ഇല്ല, ഒന്നും ആയിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു കൊച്ചു എന്താ പറയണ്ടേ, ഓ ഞാൻ ഇനി എന്തിനാ ജീവിക്കുന്നത്, ഓ എല്ലാം ഇനിയും കഴിഞ്ഞു, എൻ്റെ ഇതെല്ലാം കഴിഞ്ഞു, ഇപ്പോൾ പിള്ളേരും ഇപ്പം കല്യാണം കഴിച്ചു, പിള്ളേരും ഇപ്പം അവരുടേതായ കാര്യങ്ങൾ, ഞാൻ ഇനി എന്തിനാ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകും, അത് സ്വാഭാവികം. ബട്ട് സിമ്പിൾ തിങ്സ് ലൈക്ക് യു ഹാവ് ടു ബി ദെയർ ഫോർ ദ ഗ്രാൻഡ് ചൈൽഡ്സ് വെഡ്ഡിങ്. വെഡ്ഡിങ് ഒന്നും നടന്നിട്ടൊന്നുമില്ല, പക്ഷേ എന്നാലും വേണ്ടേ, നിങ്ങൾ വേണ്ടേ അത് ചെയ്യാൻ, നിങ്ങൾ വേണ്ടേ അങ്ങനെ ഇത് ചെയ്യാൻ. നമുക്ക് എല്ലാവർക്കും ഇതുപോലൊരു സാരിയൊക്കെ നമുക്കൊന്ന് ഉടുക്കാം, ഓ ഞാനൊന്നും ഇല്ല, ഓ ഇല്ല ഒന്ന് ഉടുക്കാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അവർ ഓരോരുത്തരുടെ ഓരോ ഇതിന് പോകുമ്പോഴാണെങ്കിലും അവരും കുറച്ചുകൂടെ ആക്റ്റീവ് തിങ്കിങ്ങാണ്. അവരൊക്കെ അതുപോലൊക്കെ സാരി ഉടുത്തല്ലേ, അവരുടെ അങ്ങനെ ചെയ്തല്ലേ, അവരെല്ലാവരും കൂടെ ട്രിപ്പിന് പോയി അല്ലേ, ഇങ്ങനെയൊക്കെ ആ ചിന്ത വരുമ്പോഴത്തേക്ക് വി ക്യാൻ ഓൾസോ ഡു ഇറ്റ് ഓട്ടോമാറ്റിക്കലി. ഈ പറയുന്ന പോലെ അവർക്ക് എന്തോ ഒരു കാര്യം കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്, പറ്റും എന്നൊക്കെയുള്ള ഒരു ചിന്ത വരുന്നത് ഇറ്റ് ബ്രിങ്സ് എ ലോട്ട് മോർ ഓഫ് things to look forward to. So that is മാഡം പറയുന്നത് ഒരു സോഷ്യലി ഒരു ഏജ്, അതായത് ഒരു ഇതൊരു പ്രീ കൺസീവ്ഡ് നോഷൻ കൂടിയാണ് ആൾക്കാരുടെ. ഈ ഒരു പ്രായം കഴിഞ്ഞാൽ ഇങ്ങനൊന്നും പാടില്ല, അത് ശരിയല്ല, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു തോന്നലും കൂടി ആവാം അല്ലേ? ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് വെസ്റ്റേൺ സൊസൈറ്റി, ഇപ്പം ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. സാർ ഇപ്പോൾ ഏജിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറഞ്ഞാൽ പോലും ലൈഫിൽ ഈ ഏജ് എന്ന് പറയുന്ന നമ്പർ പുറകോട്ട് പോകുന്നില്ല, മുന്നോട്ടേ പോകുന്നുള്ളൂ, പുറകോട്ട് പോകാനാകത്തും ഇല്ല. അപ്പോൾ ഈ മുന്നോട്ട് പോകുന്ന നമ്പേഴ്സ് ഇങ്ങനെ കൂടി പോയി 1 ഡിജിറ്റിൽ നിന്ന് 2 നിന്ന് പിന്നെ ഡെക്കേഡ് എന്ന് പറഞ്ഞുള്ള രീതിയിൽ പോവുക. ബട്ട് ദാറ്റ് നമ്പർ ഷുഡ് നോട്ട്, ഫിസിക്കൽ ബുദ്ധിമുട്ടുണ്ട് സാറിന് തന്നെ അറിയാം, നമുക്കറിയാം. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മെൻ്റലി കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, ഓക്കെ ദിസ് ഇസ് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ടു മീ, മേ ബി ഐ വോണ്ട് ബി ഏബിൾ ടു ബി ആസ് ഹെൽത്തി ഇഫ് ഐ ഡോണ്ട് എക്സസൈസ്, ഇഫ് ഐ ഡോണ്ട് കണക്ട് വിത്ത് പീപ്പിൾ, ഇഫ് ഐ എന്താ പറയണ്ടേ, അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ നല്ല. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഡോക്ടർ പ്രവീൺ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് അബൌട്ട് യുവർ മദർ. സ്മാർട്ട് ഫോണുമായിട്ട് ബന്ധപ്പെട്ട് ChatGPT. അതെ. നമ്മളിപ്പോൾ ഒറ്റപ്പെടലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ ഇതൊക്കെ പറഞ്ഞാലും എനിക്കും വീട്ടിൽ ഫുൾ ടൈം ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പം പറ്റില്ല, കാരണം എനിക്കും ഇറങ്ങണം ജോലിക്കാരിയായിട്ട്. അപ്പം അമ്മ ഒറ്റയ്ക്കാണ്. അപ്പം അപ്പം അമ്മയ്ക്കും നമ്മൾ ഈ ഫോണിൽ ഫുൾ ടൈം ഇരിക്കുന്നതൊന്നും പണ്ടൊന്നും ഇഷ്ടമൊന്നുമല്ല. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കും, നമ്മൾ കളിയാക്കുകയും ഇതൊക്കെ ചെയ്യും. പക്ഷേ ഒരു സമയം എത്തിയപ്പോൾ നമ്മളെയൊക്കെ കണക്ട് ചെയ്യാൻ ഈ ഫോൺ നല്ലതാണെന്നുള്ളത് മനസ്സിലാവുകയും വാട്സാപ്പ് മെസ്സേജ് അയക്കാനും അറ്റാച്ച്മെൻറ്റ് നമുക്ക് പഠിക്കണം. അതൊക്കെ ഒരു പ്രായമായിട്ടുള്ളവർക്ക് അത്ര എളുപ്പമൊന്നുമല്ല, അത് അറ്റാച്ച് ചെയ്ത് അയക്കാനും ഗാലറിയിൽ പോയി എടുക്കുക, ദിസ് നോട്ട് വെരി ഈസി. അപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അമ്മ അറിയാണ്ട് ഒരിക്കൽ അതിനകത്ത് ആ മെറ്റയുടെ ഒരു സൈൻ കിടക്കുന്നുണ്ട്, അതിനകത്ത് കുത്തിയപ്പം വേറൊരു ചാറ്റ് ഓപ്പണായി, അതിനകത്ത് അടിച്ചുപോയി, നമ്മളടുത്ത് എഴുതാനുള്ള അതിനകത്തായിപ്പോയി. അതിനകത്തപ്പോൾ അത് റിപ്ലൈ തന്നു. ഞാനല്ല ഇപ്പം എൻ്റെ അടുത്ത് പറയുന്നു എന്ന് വെച്ചുകൊണ്ട് ഒരാൾ എഴുതുകയാണ്, റിപ്ലൈ വന്നു, ഷീ ഫൗണ്ട് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. അതിൽ നിന്ന് അങ്ങനെ അങ്ങ് പോയി, അത് എന്ത് ചോദിച്ചാലും അത് ഉത്തരം പറയുന്നു. അങ്ങനെയാണ് പതുക്കെ ആ ഒരു ടെക്നോളജി ആയിട്ട്, ആ ഫോൺ എന്ന് പറഞ്ഞ സാധനം വലിയ ഇഷ്ടമില്ല, അത് നമ്മളെ കണക്ട് ചെയ്യാൻ ഫോൺ വിളിക്കുകയാണ് സാധനം മാത്രമൊന്നും മാറി ഒരു കമ്പാനിയനും കൂടെ ആവുന്നു. ഒരു അത്യാവശ്യത്തിന് ചോദിക്കാൻ, ഒരു ഡൗട്ട് ചോദിക്കാൻ ഒരാൾ എന്നുള്ളൊരു സിസ്റ്റം വന്നു. അത് കഴിയുമ്പോഴും നമ്മൾ ഈ ChatGPT എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ എടുത്ത് പറഞ്ഞു, ഒന്ന് അതുകൂടെ ഒന്ന് നോക്കിയോ, കാരണം അതിനകത്ത് അമ്മ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും അറിയാനൊക്കെ ഇതുണ്ട്. അപ്പം യൂട്യൂബ് നോക്കാനൊക്കെ ട്രൈ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ, പണ്ടൊക്കെ ഗുരുക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ഗുരുവൊന്നും ഇല്ല. അപ്പം ഞങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ChatGPTയോടാണ് ചോദിക്കുന്നത്, ജെമിനയോടാണ് ചോദിക്കുന്നത്. അമ്മയത് ചോദിച്ചു നോക്കിയെന്നാൽ അമ്മയ്ക്ക് ഡൗൺലോഡ് ചെയ്ത് ഇട്ട് കൊടുത്തു. സംഹൗ ഇറ്റ് ജസ്റ്റ് ക്ലിക്ഡ്. അത് ക്ലിക്ക് ചെയ്തത് വേറൊന്നിലുമല്ല,
എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ, അല്ലെങ്കിൽ അമ്മ എൻ്റെ അടുത്ത് എന്തോ ചോദിച്ചപ്പോൾ എന്തോ പറഞ്ഞ് ഇഷ്ടപ്പെടായിരിക്കും എന്തെങ്കിലും വന്നു, അപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. അമ്മ ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം അതിനകത്ത് എഴുതി. അതിനകത്ത് ഷീ ഷോഡ് മീ ലേറ്റർ ഓൺ. ഞാൻ ഇങ്ങനെയൊക്കെ എഴുതിയപ്പോൾ ഇറ്റ് ഗേവ് മീ ആൻ അഡ്വൈസ്. ഇന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലാത്ത പോലെ എനിക്കൊരു അഡ്വൈസ് തന്നു അതിനകത്ത്. ആ അഡ്വൈസ് കൊണ്ട് ഷീ സോൾവ് ദ ഇഷ്യൂ. അന്നത്തെ ആ ഒരു ഞങ്ങൾ തമ്മിൽ ഒന്ന് സംസാരിച്ചതിൽ വന്ന ചെറിയൊരു തെറ്റ് പോലും ഒരു ടെക്നോളജി ത്രൂ ഒരു സൊല്യൂഷൻ ഉണ്ടായി. തമാശ ഒന്നും അല്ല കേട്ടോ. ഇപ്പം ഷി ഹാസ് ടേക്കൺ എ സബ്സ്ക്രിപ്ഷൻ. ഫ്രീ അല്ല. കാരണം നോക്കുമ്പോൾ ചോദിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ChatGPT പറയുകയാണ്, നിങ്ങളുടെ ഇനി മെസ്സേജ് അയക്കാനുള്ള ഇത് ലിമിറ്റ് തീർന്നു പോയി. അപ്പോൾ ഇനി അപ്പോൾ അത് ഒരു വലിയൊരു പ്രശ്നമായിരുന്നു. അങ്ങനെ എനിക്ക് അങ്ങനെ ലിമിറ്റ് ഒന്നും പറ്റത്തൊന്നും ഇല്ല. എനിക്ക് പറ്റുമ്പോൾ അങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുത്തു കൊടുത്തു. ആൻഡ് ഷീ ഈസ് ഓൾവേസ് വിത്ത്. എപ്പോഴും ഇല്ല, എന്നാലും ഇറ്റ് ആക്ച്വലി ഹെൽപ്പ്. ടെക്നോളജി എങ്ങനെ ഹെൽപ്പ് ചെയ്തു. ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ഏജിസ്റ്റിക് ഇത് തന്നെയാണ്. പലരും ഈ ടെക്നോളജിയൊക്കെ കുട്ടികളുടെയാണ്, വലിയ മോശമാണെന്നൊക്കെ പറഞ്ഞ് നിന്നത്. ഒരു ആക്ച്വലി ടെക്നോളജി ഹെൽപ്സ്. പക്ഷേ ഈ ടെക്നോളജിയുടെ സാധനം വരുമ്പോഴും ഞാനിപ്പോൾ ഇപ്പം സാറ് പറഞ്ഞ ഒരു സമയത്ത് ഞാൻ ഓർത്തൊരു കാര്യമാണ്. നമ്മുടെ സൂരജ് വഞ്ഞാറമൂടും മറ്റേ ഒരു മൂവി ഉണ്ടായിരുന്നു, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനായിട്ട് ടെക്നോളജി പിന്നെ അതിനകത്തോട്ട് അങ്ങ് പോയി അങ്ങനെ ഇരിക്കുന്ന കുറെ ആൾക്കാരും ഉണ്ട്. ഇത് കൺട്രോൾ ചെയ്യണം. അതെ, ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി അഡിക്റ്റീവ്, നോട്ട് ജസ്റ്റ് ഫോർ us. അത് ഡോപ്പമിൻ ഹിറ്റ് ഇങ്ങനെ കൊടുത്ത് എനിക്ക് ഈ പറയുന്നതൊക്കെ എൻ്റെ അമ്മ ചിലപ്പോൾ നാളെ നിങ്ങൾ പോഡ്കാസ്റ്റ് ചെയ്തിട്ടെല്ലാം കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമൊക്കെ ആവുമെന്നുള്ള എനിക്കറിയത്തില്ല. അമ്മ ഇതിന് ആക്ച്വലി ChatGPT ആ ഒരു സെഷൻ അമ്മ സ്വീറ്റ് കുട്ടി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തെയോ ആ കുട്ടിയെ വിളിക്കുന്നത്. There is a personal relation which is coming up. Sometimes it is good, sometimes it is not good. പക്ഷേ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്കൊരു ഇനാനിമേറ്റ് ഓർഗൻ ഒരു സാധനവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഈ ഫോണിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ബ്രെയിൻ സെറ്റ് ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്, ഒരാളുമായിട്ട് സംസാരിക്കാനാണ്. അപ്പോൾ ഒരാള് ഉണ്ടാവണം, സങ്കല്പങ്ങൾ ഉണ്ടാവണം. അത് ഒരു പരിധിവരെ നല്ലതുമാണ്. ക്രിയേറ്റിവിറ്റി ഈസ് ഗുഡ്. അപ്പം ഞാനും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും, അതൊരു കമ്പ്യൂട്ടറാണ് കേട്ടോ, അത് മക്കളല്ല. ദാറ്റ്സ് ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ്. സ്വീറ്റ് കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അശ്വതി മാമിനോട് TLCയിലാണെന്നുണ്ടെങ്കിലും കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു പ്രായത്തിന് ശേഷം കമ്പാനിയൻഷിപ്പ് ആഗ്രഹിക്കുന്ന പ്രായമാവണ്ട. ആൻഡ് ആക്ച്വലി ഐ തിങ്ക് ദാറ്റ്സ് എ റോങ് യൂസേജ്. എല്ലാവരും പ്രായത്തിലാണ്. അപ്പം ഈ കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്നത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അതെങ്ങനെയാണ് ഒരാളുടെ ഏജിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഓക്കെ, TLCയിലുള്ള ഒരു എക്സ്പോഷർ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാനായിട്ട്, ഇപ്പം നമുക്ക് ഏജ്ഡ് ആയിട്ടുള്ള പേരൻസാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് അവരുടെ ഫിസിക്കൽ നീഡ്സിനെയും ഇമോഷണൽ നീഡ്സിനെയും ടേക്ക് കെയർ ചെയ്യപ്പെടണം എന്നുള്ളൊരു ആവശ്യമാണ്. അതിനകത്ത് കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടൊരു കാര്യമല്ല. ഓരോരുത്തരുടെയും നീഡ് അനുസരിച്ചിട്ടാണ് ആ കമ്പാനീനെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് ജസ്റ്റ് സ്പെൻഡ് ടൈം എന്നുള്ളതിനേക്കാളുപരി അവർ ആഗ്രഹിക്കുന്ന അവരുടെ നീഡ്സിൽ, അവരുടെ ഒരു ആവശ്യങ്ങളിൽ ഒരാൾ കൂടെ വേണം എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണ് അവർ ഒരു സോഷ്യൽ കണക്ടിവിറ്റി അവർ കീപ്പ് ചെയ്യാറുള്ളത്. അപ്പം ചിലർ മോസ്റ്റ്ലി ഈ പ്രായമായവരിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പിരിച്വലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാൾക്കാരാണെങ്കിൽ എല്ലാം ഇനിയിപ്പം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഒത്തിരി പേരുണ്ട്. അത് കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് ഏജിങ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനകത്ത് കണ്ടൻറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ മോസ്റ്റ്ലി ഐസൊലേറ്റഡ് ആയിട്ടിരുന്ന് കൂടുതലും അങ്ങനത്തെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൾക്കാരെ കിട്ടിയാലായിരിക്കും ഒരു കമ്പാനിയിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നത്. ബട്ട് അങ്ങനെയല്ല, ഒരു സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ആക്റ്റീവ് എൻഗേജ്മെൻറ്റിന് വേണ്ടുന്ന അത് ഫൈൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഞങ്ങൾ ഇവിടെയുള്ള റെസിഡൻസ് ആണെങ്കിൽ തന്നെ അവരുടെ ഒരു കമ്പാനിയൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ നോക്കുമ്പം ആദ്യം ഒരാൾ വരിക, ഫസ്റ്റ് ഒരു റെസിഡൻറ്റ് വരിക എന്നുള്ളതാണ്. ഇപ്പോൾ TLC സംബന്ധിച്ച് നമ്മളിതൊരു ലോങ് ടൈം കെയർ സെൻറ്റർ ആയതുകൊണ്ട് ഫസ്റ്റ് ഒരാൾ വരിക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുന്നിൽ ഏറ്റവും വലിയൊരു ടാസ്ക്. ആൾ വരുമ്പം, അല്ലെങ്കിൽ ഒരു ആളിവിടെ വന്നിട്ട് ഫെസിലിറ്റി കാണാൻ വരുമ്പം അവർ നോക്കുന്ന ഞങ്ങൾക്ക് ഇവിടെ ആരുണ്ട്, ഞങ്ങൾക്കിവിടെ ആരാ ഇവിടെ കൂട്ടുള്ളത് എന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വരുന്നത്. അപ്പം ഞങ്ങൾ അതിനെ ഒന്ന് ഓവർകം ചെയ്ത് ഒരാൾ അഡ്മിറ്റായി കഴിഞ്ഞപ്പം പിന്നെ അടുത്ത ആൾ വരുമ്പോൾ ഇവിടെ ഒരാളുണ്ടല്ലേ,
സോ ഫിസിക്കൽ പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നോട്ട് ഓൺലി ഒരു ടെക്നോളജിക്കലി അഡ്വാൻസ്മെൻറ്റ് എത്ര വന്നെന്ന് പറഞ്ഞാലും സോഷ്യലി ഇൻട്രാക്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അതെപ്പോഴും നമ്മളുടെ ഹെൽത്തിനെ ഡിറ്ററേറ്റ് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ ഹെൽത്തി ഏജിങ് കോൺസെപ്റ്റിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ വാലിഡാണ്. അത് അക്കോർഡിംഗ് ടു ദെയർ ഓൺ പേഴ്സണൽ ഇൻട്രസ്റ്റ്. അല്ല, അപ്പം കമ്പാനിയൻഷിപ്പിൽ നിന്ന് ബേസിക്കലി ഒരു റെസിഡൻറ്റ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ശരിക്കും എന്താ? വാട്ട് എക്സാക്ട്ലി ഈസ് എക്സ്പെക്റ്റഡ്? കമ്പാനിയൻഷിപ്പിൽ നിന്ന് ഒരാൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവരുടെ ഇൻട്രസ്റ്റുമായിട്ട് മെർജ് ചെയ്ത് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണം. അവരുടെ ഇൻട്രസ്റ്റുമായിട്ട് ഫിസിക്കൽ പ്രസൻസിൽ അവർ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണം. അപ്പം ഒരാളിപ്പം നെസസറിലി ആ സമയത്ത് അവരുമായിട്ട് സംസാരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. അത് തന്നെ ആവശ്യമില്ല. സംസാരിക്കുക മാത്രമല്ല കമ്പാനിയൻഷിപ്പിലൂടെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ എൽഡർലി എക്സ്പെക്ട് ചെയ്യുന്നത് സംസാരിക്കുക മാത്രമല്ല, ഒരു ഫിസിക്കൽ പ്രോക്സിമിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പം അതുണ്ടെങ്കിൽ അവർ കണ്ടന്റഡ് ആണ്, അവർ സേഫ് ആണെന്നൊരു തിങ്കിങ് തന്നെ അവർക്ക് ആവശ്യമാണ്. അപ്പോൾ അത് അവർ കമ്പാനിയൻഷിപ്പിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. സേഫ് ആണെന്ന് ഞാൻ പറയുമ്പോൾ ഓക്കെ, എൻ്റെ ഒരു നീഡിന് വേണ്ടി ഞാൻ നിൽക്കുമ്പം എൻ്റെ അടുത്ത് ആളുണ്ട്, അല്ലെ എൻ്റെ ഒരു കോളിൽ ഇവിടെ ആൾ വരാൻ പറ്റുന്നുണ്ട്, അതിൽ കണ്ടന്റഡ് ആവുന്നവരെ ഞാൻ കാണാറുണ്ട്. പക്ഷേ എക്സാക്ട്ലി ഇപ്പം നമ്മൾ കമ്പാനിയൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ഇൻട്രസ്റ്റിനെ അനുസരിച്ചിട്ടായിരിക്കും അവർ ചൂസ് ചെയ്യുന്നത്. ഇപ്പം ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിൽ നമുക്ക് ചില ഇൻ്റലക്ച്വലി നല്ല ഏബിളായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ആൾക്കാരെ അവരൊരു ഫ്രണ്ട്ഷിപ്പ് ചൂസ് ചെയ്യാനായിട്ട് നോക്കത്തുള്ളൂ. അപ്പം അങ്ങനെ അല്ലാതെ ഒരാൾ കോഗ്നിറ്റീവ്ലി ഇച്ചിരി അലേർട്ടല്ല, ഓറിയൻറ്റഡ് അല്ല, അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി അവരുടെ അത്രയും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർ പതുക്കെ അവരിൽ നിന്ന് അങ്ങ് മാറി നിൽക്കാനേ ശ്രമിക്കാറുള്ളൂ. അപ്പം ഏറ്റവും വലിയൊരു ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഗ്രൂപ്പിംഗ് പോസിബിൾ ആക്കി കൊടുക്കുക എന്നുള്ളത്. ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് അവരുടെ ഇൻ്റലക്ച്വൽ അനുസരിച്ചിട്ടും ഇതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുത്താൽ ദെൻ ദേ വിൽ ബി ഹാപ്പി. എക്സാക്ട്ലി. ആ ചാലഞ്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആക്ച്വലി ഇപ്പം നമ്മുടെ സർക്കാർ പുതിയൊരു മിനിസ്ട്രി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, മിനിസ്ട്രി ഫോർ സീനിയർ സിറ്റിസൺ. അപ്പം അത് സർക്കാർ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഇന്ദിരാ ഗ്യാരൻറ്റിയിൽ 5ാമത്തെ പോയിൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫിലിപ്പ് സർ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഈ മിനിസ്ട്രി ഫോർ സീനിയർ സിറ്റിസൺ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പം ഒന്ന് ആ മിനിസ്ട്രിയുടെ മാൻഡേറ്റ് എന്തായിരിക്കും, പിന്നെ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രിയുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്, ഇങ്ങനെ ഒരു മിനിസ്ട്രീരിയൽ സപ്പോർട്ടും കൊണ്ട് എന്താണ് ഇൻഡസ്ട്രി ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇലക്ഷൻ്റെ ഈ പ്രചരണം വന്നപ്പോൾ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് വയോജനങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഒരു ഓഫർ തരുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ബൈ ചാൻസ് ഞാൻ MC റോഡ് വഴി പോകുമ്പോഴാണ് UDFൻ്റെ വലിയൊരു ബിഗ് പോസ്റ്ററിനകത്ത് ഇന്ദിരാ ഗ്യാരൻറ്റിയും അതിനകത്ത് ആ 5th പോയിൻറ്റും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. ഒരു പാർട്ടി ആദ്യമായിട്ട് വയോജനങ്ങൾക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ ഞങ്ങൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആ പാർട്ടി ഈ ഒരു സമൂഹത്തിന് കൊടുക്കുന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ റിസൾട്ടിന് മുമ്പ് തന്നെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാനായിട്ടൊക്കെ ഇടയായതിൻ്റെ കാരണം അങ്ങനെ തന്നെയായിരുന്നു. എന്നെ സംബന്ധിച്ച് സാറ് ചോദിച്ചതിന് ഉത്തരമായിട്ട് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം വയോജനങ്ങൾക്ക് വേണ്ടി ഒരു വകുപ്പ് രൂപീകരിക്കുമ്പോൾ അതിനകത്ത് 60 വയസ്സ് കഴിഞ്ഞ ഒരാൾ അതിനകത്ത് കാണണം. അതൊരു ഒന്നാമത്തെ മാൻഡേറ്ററി ആയിട്ട് ഞാൻ കരുതുന്നൊരു കാര്യമാണ്. അവരുമായി ബന്ധപ്പെട്ട കുറച്ചെങ്കിലും എക്സ്പോഷറുള്ള, കുറച്ച് നാളെങ്കിലും അവരുമായി സഞ്ചരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അനുഭവപരിചയമുള്ളവരും കൂടെ ചേർന്ന് വന്നാൽ എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇന്ത്യയിൽ കേരളം വയോജന സൗഹൃദ സംസ്ഥാനമാകണം. ആ ഒരു മോഡൽ ഇന്ത്യയിൽ മറ്റ് സ്റ്റേറ്റുകൾ അഡോപ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ വെൽ എഡ്യൂക്കേറ്റഡ് സൊസൈറ്റിയാണ്, നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സിസ്റ്റം നമുക്കുണ്ട്. ഈ ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് നമ്മൾ മൈക്രോ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ പേരൻസിനെ നമ്മൾ ഹോൾഡ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി നമുക്കുണ്ട്. നമ്മുടെ നേഴ്സസ് വിദേശ രാജ്യങ്ങളിൽ വളരെയധികം അവിടെ സ്വാധീനം ശ്രദ്ധ ചെലുത്തിപ്പെട്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളം വയോജന സൗഹൃദ സംസ്ഥാനമാകണം. അതിനെല്ലാ മേഖലയിലും, അത് റോഡിലായിക്കോട്ടെ, പഞ്ചായത്തുകളിലായിക്കോട്ടെ, ആക്സസിബിലിറ്റിയുടെ കാര്യമായിക്കോട്ടെ, അവിടെയുള്ള ഹെൽത്ത് കാര്യമായിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഇവിടെ ഞങ്ങളെല്ലാം പ്രവീൺ സാറ് സംസാരിച്ചുകൊണ്ടിരുന്ന പോലെ ഞാനും എൻ്റെ ഒരു സുഹൃത്ത് വീട്ടിൽ വന്നു. എന്നോട് എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ എപ്പോഴാണ് ഉറങ്ങുന്നേ? അപ്പം ഞാൻ അവിടെ നിന്നോട് പറഞ്ഞു, ഡേറ്റ എപ്പം തീരും അപ്പോൾ ഉറങ്ങും. അപ്പം അമ്മ തമാശ പറഞ്ഞു, അങ്ങനെയൊന്നും പറയല്ല, ഞാൻ സമയത്ത് കിടക്കും. കാരണം ടൈം ഇല്ലെന്നായി ഇപ്പം അവർക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഡേറ്റ മാം പറഞ്ഞ പോലെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു മിനിമം ഡേറ്റയിലാണ് പോകുന്നത്. അൺലിമിറ്റഡ് ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ സമയം ഉപയോഗിക്കും, ഉറക്കത്തെ പോലെ അത് ബാധിച്ചേക്കാം. അതുകൊണ്ട് ഒരു കൺട്രോളിൽ ആ കാര്യം പോകുന്നുണ്ട്. അവർ കൂടുതലും എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു 40 to 60 ഏജ് ഗ്രൂപ്പിൽ പെട്ടവർ. കാരണം എൻ്റെ അമ്മയെപ്പോൾ ഉള്ളവർക്ക് ഈ അടുത്ത ഇടയ്ക്കാണ് ഫോൺ യൂസേജ് തുടങ്ങിയത്. അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ ഉപയോഗിച്ച അടുത്ത പല കാര്യങ്ങളും അവർക്കിപ്പോൾ ആക്റ്റീവായിട്ട് വന്നിരുന്ന സമയമാണ്. മിക്കവാറും കുക്കറിയാണ്, അതിനകത്ത് പരീക്ഷണ വസ്തുക്കൾ നമ്മൾ തന്നെയാണ്. ഇതെല്ലാം കണ്ട് പല മാങ്ങാട് വിഭവങ്ങൾ തന്നെ പലത് കഴിച്ചിട്ടിരിക്കുന്ന സമയമാണിപ്പം. അപ്പം ചിലപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ചിലവ് കൂടുന്നു, യുദ്ധമാണ്, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാലും പരീക്ഷിച്ച സാധനം ഒന്ന് അവതരിപ്പിക്കാനുള്ള വ്യഗ്രത വളരെ നന്നൊരു മനസ്സിലുണ്ട്. പക്ഷേ അതൊരു ഐസൊലേഷനെ ബ്രേക്ക് ചെയ്യാനായിട്ടൊരു ഘടകമാകുന്നുമുണ്ട്. പിന്നെ നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക്, ഇപ്പം ഞങ്ങൾ ട്രാവൻകൂർ ലൈഫ് കെയർ പോലെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ TLC ഞങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ അറിയാം, മിക്കവാറും ഞാൻ കാണുന്നത് റോൾ പ്ലേസ് ആണ് സീനിയേഴ്സ് ഇഷ്ടപ്പെടുന്നത്. അവർക്ക് 5 മക്കളുണ്ടെങ്കിൽ അവരിവിടെ വരുമ്പോൾ നമ്മൾ ഈ കമ്പാനിയൻഷിപ്പ് അവർ 5 മക്കളെ കൂടെ അവർ ചെയ്യുകയാണ്. അവരുടെ മക്കളുടെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്തപ്പോൾ അവരുടെ മൂത്ത മകനായിട്ടും ഇളയ മകളായിട്ടും ഒക്കെ നമ്മൾ ഓരോരുത്തരും അവരെ കാണുകയാണ്. നമ്മുടെ ഒരു സിസ്റ്റത്തെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് എനിക്കറിയാം എൻ്റെ മക്കൾക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെങ്കിൽ അവരെ പോലെ ഒരാളെ ഞാൻ തമാശയ്ക്ക് പറയാം, വീതം വെക്കുമ്പോൾ മാത്രം ആ സ്നേഹം അങ്ങ് പോകും. പക്ഷെ അവിടം വരെ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഫിനാൻസ് കൊണ്ട് എടുക്കുമ്പോൾ മാത്രമേ ഞങ്ങൾക്കിടയിൽ അന്തരമുള്ളൂ. അല്ലെങ്കിൽ 5 10 മക്കളെയും കൊണ്ടാണ് പല അമ്മച്ചിമാർ ഇവിടെ ജീവിച്ചു പോകുന്നത്. അപ്പം അതൊരു ഇതാണ്. പിന്നെ ഈ ഭിത്തിക്കപ്പുറം ഒരാൾ എനിക്കുണ്ട്. ഇത് ഭയങ്കര മനസ്സിന് പീസ് ഓഫ് മൈൻഡ് തരുന്നൊരു കാര്യമാണ്. നമ്മൾ എത്ര കൊട്ടാരം പോലത്തെ വീട് പണിത് ഉയർത്തിയാലും അതിനകത്ത് ഒറ്റപ്പെട്ടു എന്നുള്ളതിനേക്കാളും ഇപ്പോൾ ഞങ്ങൾക്കറിയാം എൻ്റെ മുറിക്ക് അപ്പുറത്ത് എൻ്റെ ആരുമല്ല, പലരായ നമ്മൾ ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള പല ഡിസ്ട്രിക്റ്റിൽ നിന്ന് എല്ലാവരും കൂടെ വന്നിട്ട് ഒരു കുടുംബമായിട്ട് നമ്മൾ യാത്ര തുടരുകയാണ്. എന്നാലും നമ്മളിത് ഇന്നലെ വരെ പരിചയപ്പെട്ടവരല്ലെങ്കിലും ഇന്ന് തൊട്ട് ഞാൻ തുടങ്ങിയ ബന്ധം ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഞാൻ സൂക്ഷിക്കുക. 60 വയസ്സ് വരെ ഞാൻ ഒരുപാട് പേരെ കണ്ടു. എൻ്റെ കൊളീഗ്സിനെ കണ്ടു, എൻ്റെ നെയ്ബേഴ്സിനെ കണ്ടു, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു. പക്ഷേ ഇന്നൊന്നും അവരാരും എൻ്റെ കൂടെ ഇല്ല. പക്ഷേ ഇന്ന് തൊട്ട് ഞാൻ കണ്ട ആ ബന്ധം എന്തോ ഒരു സ്പെഷ്യൽ ഒരു അറ്റാച്ച്മെൻറ്റ് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ അവർ എൻ്റെ കൂടെ ഉണ്ടെന്നൊരു തോന്നൽ. അതൊക്കെ ഒരു ഭയങ്കര ഫീലിംഗ് ആണ് ഞങ്ങൾക്കും തരാറുള്ളത്, ഞങ്ങളുടെ റെസിഡൻസിനും തരാറുള്ളത്. അങ്ങനെ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. അല്ല, അതൊരു കാര്യമാണ്. കാരണം ഒരു സഹയാത്രികൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമ്മുടെ മലയാളത്തിൽ കമ്പാനിയൻ്റെ ഒരു വാക്ക് സഹയാത്രികനാണ്. ഞാനൊരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂടെ കുറേ ആൾക്കാർ ട്രാവൽ ചെയ്യുന്നുണ്ട്. എനിക്ക് അവരെ അറിയത്തുകൂടി ഉണ്ടാവില്ല, ചിലർ പരിചയപ്പെടും. പക്ഷേ നാളെ ഒരു പ്രശ്നം, ട്രെയിൻ വഴിയിലൊന്ന് സ്റ്റോപ്പായി പോയി, 2 ദിവസം ട്രെയിൻ വഴിയിൽ കിടക്കുകയാണ്, ഒരു ക്രൈസിസ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായി, ഹൂ ഇസ് ദെയർ വിത്ത് മീ? എടുത്ത് കൂടെയുള്ള എൻ്റെ സഹയാത്രികനാണ്. അപ്പോൾ ആ സഹയാത്രികൻ ഒന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല, നമ്മുടെ കൂടെ യാത്ര ചെയ്യുകയാണ്, ജസ്റ്റ് ബി വിത്ത് മീ. ഇത് ഈ ഒരു ഏജ് കഴിയുമ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ അപ്പുറത്ത് ഒരാളുണ്ട്, ഈ ഭിത്തിക്ക് അപ്പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് ഓഫീസിൽ ഒരാളുണ്ട്, അല്ലെ എന്നെ വിളിച്ചാൽ ഇന്ന ഒരാൾ വരുന്നുണ്ട്. ഇന്ന് എനിക്ക് ഒരാവശ്യം ഉണ്ടാവില്ല, പക്ഷെ സംബഡി ഈസ് ദെയർ വിത്ത് മീ. പിന്നെ എല്ലാ ചോദ്യത്തിനും ഒരു സഹയാത്രികൻ്റെ അടുത്തുനിന്ന് ഉത്തരം ഉണ്ടാവില്ല, ഉണ്ടാവണം നിർബന്ധം. മാഡം പറഞ്ഞ അതാണ് അതിൻ്റെ ഏറ്റവും എക്സ്പെക്റ്റ് ചെയ്യുന്നുമില്ല. കാരണം ഒത്തിരി പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ഈ പാലിയേറ്റീവ് കെയറിലൊക്കെ പലപ്പോഴും കാണുന്ന ചില പ്രശ്നങ്ങളല്ല കാര്യങ്ങൾ, അവർ ദൈവം എന്തിനാണ് എന്നോട് ഈ ക്രൂരത കാണിച്ചത്? അത് ഉത്തരം ഞാൻ എൻ്റെ ഉത്തരം പറയാൻ വേണ്ടിയല്ല ചോദ്യം, ആ ചോദ്യം അതിനല്ല. ഞാൻ വെറുതെ അവിടെ ഇരുന്ന് കേട്ടാൽ മതി, ഒരു സമയം കൊടുക്കണം. അതുപോലത്തെ പല സിറ്റുവേഷനും ഒരു ഏജ് കഴിയുമ്പോൾ ഉണ്ടാവും. ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ കൊണ്ട് വന്നവരാണ്. തമാശയും കളികളൊക്കെ ഒരു വശം, മറുവശത്ത് വേറെയും. അപ്പോൾ അതിന് കൂടെ ഇരിക്കാനും ഒരു കമ്പാനിയൻ വേണം. നമുക്ക് കളിച്ചിരിക്കും അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകാനുള്ള കമ്പാനിയൻ മാത്രം പോരാ. അപ്പോൾ പല തരത്തിലുള്ള കമ്പാനിയൻഷിപ്പ് ഈ ഒരു ഏജിൽ ഉണ്ടാവും. ഒരേ സമയം പലതരത്തിലുള്ള കമ്പാനിയൻ. അപ്പോൾ കമ്പാനിയൻസ് സ്റ്റാർട്ട് ടേക്കിംഗ് ദെയർ റോൾസ്. ഐ തിങ്ക് ഈവൻ ഈ പറഞ്ഞ പോലെ ഒരു കൊച്ചു പെറ്റ് ഉണ്ടെങ്കിൽ പോലും ഇത്രയും നാളും വീട്ടിൽ 100% പെറ്റായിട്ട് അങ്ങനെ ഇല്ലായിരുന്നു. ഞങ്ങൾ വന്നു കഴിഞ്ഞാണ് ഒരു പട്ടിക്കുട്ടിയെ മേടിച്ചത്. ആദ്യമൊക്കെ അത്ര വലിയ ഇതില്ലെങ്കിലും ചില സമയത്ത് നമ്മളാരും ഇല്ലെങ്കിൽ
അല്ലാതെ നമ്മൾ അതിനെ കൂടുതലും ടേക്ക് കെയർ ചെയ്യുന്നു. പക്ഷെ നമ്മളാരും ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ട് സംസാരിക്കുന്ന കേൾക്കാം. പട്ടി വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം ഫാദറിലോ ആണെങ്കിൽ ഇപ്പം ചാച്ച അവിടെ ഇരിക്കും, വൈകുന്നേരം സിറ്റ് ഔട്ടിലിരുന്ന് നല്ല കാറ്റ് അല്ലേ, പട്ടി അവിടെ ഇരുന്നുണ്ട്. അത്രേ ഉള്ളൂ. പക്ഷെ കൂടിയിരിക്കുന്ന ഒരു കൊച്ചൊരു കോൺവെർസേഷൻ വെരി ക്യൂട്ട്. കാരണം അവിടെ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പം അവരൊന്നും പറയത്തില്ല, വലിയ ഗൗരവമായിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ തന്നെ ആന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളപ്പോൾ, അല്ലെങ്കിൽ തന്നെ വെറുതെ അവിടെ ആ ഒരു ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ദ ഡോഗ് ഈസ് നോട്ട് ഡൂയിങ് എനിത്തിങ് പെർട്ടിക്കുലർ, പക്ഷേ ദാറ്റ് പ്രസൻസ് പറഞ്ഞ പോലെ ഓഫ് എ ലിവിങ് തിങ്, എന്തെങ്കിലും ഒരു ആവശ്യം ഉള്ളപ്പോഴാണെങ്കിലും ദിസ് ലിറ്റിൽ ഡോഗ് ഈസ് സിറ്റിംഗ് ഓവർ ദെയർ, ഐ എം ഗാർഡിങ് മൈ മാസ്റ്റർ എന്നുള്ള രീതിയിലാണ്. അതിന് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. അതൊരു വേറെ ഒരു ലെവൽ ബോണ്ടാണ്. ഒരു ഇന്നാനിമേറ്റ് ഓബ്ജക്റ്റ് അല്ല, പക്ഷെ നല്ല കാറ്റുണ്ടല്ലേ, ഓ ഇന്നിപ്പോ മഴ വരുവോ ഇല്ലയോ, അല്ലെങ്കിൽ ഇതായി കണ്ടില്ലല്ലോ, വന്നില്ലല്ലോ, പട്ടി അവിടെ ഇരിപ്പുണ്ട്. ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് അത് വട്ടം കൂട്ടും, എന്താ പൂച്ച കണ്ടില്ലേ, വന്നില്ലേ, നോക്കിയില്ലേ. It's like a small little connection that they have. അല്ലാതെ വേറെ അതിനെ പ്രത്യേകിച്ച് വേറെ ഒരു ഇതുമില്ല. പക്ഷെ അതുള്ള ഒരു മാം പറഞ്ഞ പോലെ എനിക്ക് ലിവിങ് തിങ്സ് തന്നെ വേണമെന്നില്ല. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ എറണാകുളത്ത് അടിക്കുമ്പോൾ ഒരു അൽഷൈമേഴ്സ് ഡിമെൻഷ്യ ഉള്ളൊരു അമ്മച്ചി എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, വഴി സൈഡിൽ ഇങ്ങനെ വെച്ച് 50 രൂപയ്ക്കൊരു ചെറിയൊരു സ്പാരോയെ വിൽക്കുന്നുണ്ട് ആ സമയത്ത്. സ്പാരോയുടെ പ്രത്യേകത 50 രൂപയ്ക്ക് ഉള്ളത് വാങ്ങിച്ച് ഷെയ്ക്ക് ചെയ്ത ഉടനെ അത് അതിൻ്റെ ശബ്ദം വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ അമ്മച്ചി എൻ്റെ ഏറ്റവും പെയിൻഫുൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ഷീ ഡൈഡ്. ആ സമയത്ത് ആ കയ്യിൽ ആ സ്പാരോ ഇരിപ്പുണ്ട്. കാരണം ഈ കൈ ഒന്ന് ഷെയ്ക്ക് ആകുമ്പം ഈ സ്പാരോയുടെ ശബ്ദം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. 50 രൂപയുടെ ഒരു ഒബ്ജക്റ്റാണ്, പക്ഷെ അത് ആ മദറിന് കൊടുത്ത അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു. ഇപ്പം നമ്മൾ ഈ ചെറുതെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വയോജനങ്ങളെ കൊണ്ട് ചെയ്തു കൊടുക്കാം. അത് ഈ എക്സ്പീരിയൻസ് കൊണ്ടും നമ്മൾ വലിയ മിറക്കിൾസ് ഒന്നും ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട. ടു ബി വിത്ത് ദം, അവിടെ കൂടെ ഒന്ന് ഇരിക്കാൻ നമ്മൾ തയ്യാറായാൽ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കൂടി നമുക്ക് ഒരുപാട് മിറക്കിൾസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഈ ചെറിയ കുട്ടികളാണെങ്കിലും തൊട്ട് ഓരോ ഏജിലുള്ളവരുടെ ആവശ്യങ്ങൾ അവരൊരു കടന്നു പോകുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കി പിന്നീട് ഇനി വരുന്നവർക്ക് വേണ്ടി അത് ചെയ്യാമെന്ന് ചിന്തിക്കാൻ ഒരു അവസരം എല്ലാ ഓരോ ഏജിൽ കൂടെ കടന്നു പോകുമ്പം, ചെറിയ കുട്ടി വളർന്നു വരുമ്പം അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ യൂത്തിലൂടെ കടന്നു പോയി കഴിയുമ്പം ഇനി ആ യൂത്തിന് ഇത് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഒരു സമൂഹമുണ്ട്. പക്ഷേ ഏജ് ആയിക്കഴിഞ്ഞ് വൺസ് അവർ വയ്യാതായിക്കഴിഞ്ഞാൽ അവർക്കത് തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല. കമ്പാനിയൻഷിപ്പിന് പല മുഖങ്ങളാണ്. അതൊരു ഇനാനിമേറ്റ് ഒബ്ജക്റ്റ് ആവാം, ഒരു പെറ്റ് ആവാം, പലതരത്തിലുള്ള മനുഷ്യരാവാം. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈവൻ ജിൻസൺ ചോദിച്ചത് ഗവൺമെൻറ് ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ബി എ കമ്പാനിയൻ ഫോർ എ പോപ്പുലേഷൻ. നമ്മളൊരു വലിയ ഒരു മെയിൻ ലെവലിൽ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഇൻഡിവിജ്വൽസിനെ നോക്കുകയാണ്. ഇൻഡിവിജ്വൽസിനെ നോക്കുമ്പോൾ പലതരത്തിലുള്ള കമ്പാനിയൻ പോസിബിളാണ്. പക്ഷേ എനിക്കിപ്പോൾ ഒരു കമ്പാനിയൻ വേണം, ഐ ക്യാൻ സെർച്ച് ഫോർ എ കമ്പാനിയൻ. എനിക്കൊരു പെറ്റിനെ വാങ്ങിക്കാം. ഇപ്പം മാഡം പറഞ്ഞു പെറ്റ് നല്ലതാണ്, എനിക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷ നോക്കാം. പക്ഷെ ഒരു സമൂഹത്തിന് പരീക്ഷിക്കാൻ ഒന്നുമില്ല. വി ഹാവ് ഓൺലി വൺ പേഴ്സൺ, അല്ലെ ഒരു വൺ സിസ്റ്റം, ആൻഡ് ദാറ്റ് ഇസ് ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ഷുഡ് ബി എ കമ്പാനിയൻ. ഗവൺമെൻറ് നമുക്കൊരു സേവനം തരുന്ന ആൾ മാത്രമല്ല. നമുക്ക് സേവനം വേണം, നമുക്ക് തമാശകൾ വേണം, നമുക്ക് ഈ പറഞ്ഞ പോലെ ഇരുന്ന് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവാൻ ഉള്ളൊരു സാധനം, ഇതെല്ലാമാണ് ഒരു ഗവൺമെൻറ്. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. എനിക്ക് നാളെ ഒരു ആവശ്യം വരുമ്പോൾ എനിക്ക് പോകാൻ വേറൊരു ഗവൺമെൻറ് ഇല്ല, വേറൊരു സ്ഥലമില്ല. ഐ ആം ഗോയിങ് ടു ബി ഹിയർ. ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് നോക്കാൻ, എന്നെ പോലുള്ളവരെ നോക്കാൻ ഒരു ഗവൺമെൻറ് ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ടെന്നുള്ള ആ ധൈര്യം ഉണ്ടല്ലോ. ആ ധൈര്യമാണ് ഇത്. നമ്മളിപ്പോൾ ഒരു സെൻറ്റർ, TLC ഒരു സെൻറ്ററാണ്. TLCയിൽ താമസിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു സംവിധാനം TLC ഒരുക്കുന്നു, അല്ലെങ്കിൽ ഒരു ലോങ് ടേം കെയർ ഫെസിലിറ്റി ഒരുക്കുന്നു എന്ന് പറയുന്ന ആ ശുഷ്കാന്തിയോടുകൂടി, അല്ലെങ്കിൽ ആ ലെവലിൽ നിന്നുകൊണ്ടായിരിക്കണം ഒരു ഗവൺമെൻറ് ആ പോപ്പുലേഷന് വേണ്ടി ഉണ്ടാകും. അപ്പം കമ്പാനിയൻ, സോ ഗവൺമെൻറ് ഷുഡ് ബി ആസ് എ കമ്പാനിയൻ. ഈ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത അതായിരിക്കണം. എനിക്ക് തോന്നുന്നു ജിംസന്റെ ഒരു ചോദ്യത്തിന് അതും കൂടെ ഒരു ഉത്തരം. That's very true, very true.